ഹായ് എവ്രി വൺ. സോ ഇപ്പം ഞാൻ എണീറ്റേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്ന് ഓർത്തു എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവും. ഞാൻ ഇന്നൊരു പണിയില്ല, ഇപ്പം ഞങ്ങൾക്ക് സെംബ്രേക്കാണ്, അപ്പോൾ ഒരു പണിയില്ലാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു പണിയില്ലാത്തൊരു ദിവസം എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. എണീറ്റപ്പോൾ തന്നെ ഭയങ്കര തൊണ്ടവേദന. അപ്പോൾ ഐ തോട്ട് പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചൂടായി കുടിക്കാമെന്ന്. യൂഷ്വലി ഞാൻ എണീക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും, എന്നിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുള്ളൂ. അപ്പം കമോൺ, ആദ്യം പോയിട്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാം, എന്നിട്ട് മതി ബ്രഷ് ചെയ്യല. കുറച്ച് വെള്ളം കുടിക്കാം. ഓക്കെ, അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഉടനെ വെള്ളം കുടിച്ചിട്ട് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ പറയാറുണ്ട്. കാരണം ഒരു ഗ്ലാസ് കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് ശേഷം മാത്രമല്ല നേരെ കയറി ചായയോ നേരെ കയറി കോഫിയോ കുടിക്കാൻ പാടില്ല എന്നുണ്ട്. വയറിന് അസുഖം, ലൈക്ക് വയറിന് കൊള്ളത്തില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വേണം കുടിക്കാൻ. ഓക്കെ, ഇവിടെ ഒരുത്തരും കറങ്ങി നടക്കൊണ്ട് കാണിച്ചിടാവേ. പൂച്ച 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 ഒച്ചിട്ട് ചക്കടോ, എൻ്റെ ചക്കട, എൻ്റെ ഊഹമാനാണ്, എൻ്റെ ഊഹമാനാണ്. എൻ്റെ കണ്ടോ, എൻ്റെ കയ്യിൽ അവൻ്റെ ഒരു ടാറ്റു ഉണ്ട്. സ്നേഹം ഈ അമ്മണി ഇതൊന്നും അറിയുന്നില്ല. അയ്യോ, ചുപ്പടമാണോ, എൻ്റെ ചുമ്പടമാണോ, എൻ്റെ മുത്തുമണിയാണോ? ഇത് കണ്ടോ, ഇത് വാർണിംഗ് സിഗ്നലാണ്. ഇത് കണ്ടോ, എൻ്റെ അപ്പം ചെയ്ത് വെച്ചതാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു താഴ്ച. അപ്പോൾ ആൾക്കാർ വീഴുമായിരുന്നു ഇങ്ങോട്ട് കയറി വരുമ്പോൾ. അതുകൊണ്ട് അത് അറിയാൻ വേണ്ടി വാർണിംഗ് സിഗ്നൽ എഴുതി വെച്ചതാണ്. മൈ ഫാദേഴ്സ് ബുദ്ധി. മതിയടാ, മതിര കടിച്ചേ, മതിയോ, മൈൻഡാക്കുന്നില്ല. വലിയ ജാടയാണ്, ക്യാമറ കാണിച്ചു കഴിഞ്ഞാൽ വലിയ ജാടയാണ്, എന്തോ വലിയ വിചാരം. അപ്പം നമുക്ക് കുറച്ച് നേരം അവനെ വെറുതെ വിടാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. എനിക്ക് കണ്ണിൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഉള്ള ഒരാളാണ് ഞാൻ കേട്ടോ. താങ്ക്സ് ടു മൈ കോളേജ്, താങ്ക്സ് ടു ദ 100 അസൈൻമെൻറ്റ്സ്, താങ്ക്സ് ടു മൈ ലാപ്ടോപ്പ്, താങ്ക്സ് ടു മൈ ഫോൺ, മൈ മൂവി അഡിക്ഷൻ, എല്ലാത്തിനും താങ്ക്സ്. ഒരു രക്ഷയില്ലാത്ത ഡാർക്ക് സർക്കിൾസ് ഉണ്ട് എനിക്ക്. കൺസിലർ ഇട്ട് ഞാൻ കാണത്തൊന്നുമില്ല, പക്ഷെ എണീക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. റെഡിയാക്കി എടുക്കണം ഗൈസ്. എനി ടിപ്സ്, എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്കുണ്ടോ? ഞാൻ കുറച്ചായിട്ട് നോക്കുന്നുണ്ട്, ഞാൻ കുറച്ച് സാധനങ്ങൾ പരീക്ഷിക്കുന്നുണ്ട്. അത് വർക്കൗട്ട് ആയിക്കാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ വെള്ളം കുടിച്ചു, ബ്രഷ് ചെയ്തു, മുഖം കഴുകി, എല്ലാം കഴിഞ്ഞു. ഞാൻ താഴെ വന്നപ്പോഴാണ് ഈ ഒരുത്തർ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ. എന്നെ പറ്റി, എൻ്റെ മോശപ്പെട്ടിന് എന്നെ പറ്റി ഇങ്ങനെ ചീത്ത കേട്ടിട്ടിരിക്കുക. പിന്നെ ഇവിടുത്തെ ചേച്ചിയുടെ തുണി എടുത്ത് കടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 2 അടി എന്ന് പറഞ്ഞിട്ട് സങ്കടം വന്നിരിക്കുക. സാരമില്ല കേട്ടോ, സാരമില്ല. നീ കടിക്കാൻ പോയിട്ടില്ലേ? ഒരു മിണ്ടാണ്ട് ഇവിടെ വന്നിരിക്കുക, ഒരനക്കവും ഇല്ല. അച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിഗ്രെയിൻ ബ്രെഡും പിന്നെ മീറ്റിൻ്റെ ഒരു സംഭവം വെച്ചിട്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് ഓർത്ത്. ഓക്കെ, ഇപ്പോൾ ഒരു ഡയറ്റിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ഉണ്ടാക്കണേ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉപ്മാവുണ്ട്. ആ ഉപ്മാവ് വേണമെങ്കിൽ ടേസ്റ്റിൽ കഴിക്കാം, അപ്പോൾ ശരിക്കും ഇപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല, ഞാനേം കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മൾട്ടിഗ്രെയിൻ ബ്രെഡും ആ മീറ്റിൻ്റെ ആ സാൻഡ്വിച്ചും കൂടെ ഉണ്ടാക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ ഡയറ്റ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട്. ഡയറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഓവർ അധികം കഴിക്കാണ്ടിരിക്കുക. പക്ഷെ മിക്ക സമയത്ത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ലാപ്സ് ആയിപ്പോൾ. അപ്പോൾ എനിക്കൊരു മിസ് കേരള പാജൻറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാനൊന്ന് എന്നെ ലെറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫുഡ് ഒത്തിരി കഴിക്കുമായിരുന്നു. ആവട്ടെ, അത് കഴിഞ്ഞില്ലേ, കുറച്ച് ഫുഡ് കഴിക്കാം, കുറച്ച് ട്രീറ്റ് ചെയ്യാം നമ്മളെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ 2 കിലോ കൂടി. അപ്പോൾ ആ 2 കിലോ കുറയ്ക്കാനാണ് ഇപ്പം ഞാൻ പിന്നെ ഡയറ്റ് ചെയ്യുന്നത്. ഡയറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട്, ഒന്നെങ്കിൽ ഞാൻ പ്രോപ്പർ വർക്കൗട്ട് അല്ലെങ്കിൽ സ്വിമ്മിങ്ങിന് പോകാറുണ്ട്. പിന്നെ ഫുഡും കൺട്രോൾഡാണ്, അങ്ങനത്തെ ഒരു ഇത്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയല്ല, അടിപൊളി ടേസ്റ്റ്. ഓക്കെ, പുറത്തൊക്കെ ഉണ്ടോ? പുറത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും,
ശങ്കര് എത്ര ഫുഡ് കൊടുത്താലും നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ, എത്ര ഫുഡ് കൊടുത്താലും അവൻ നമ്മൾ കഴിക്കുന്ന സമയത്ത് പിന്നെയും വേണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നിട്ട് എനിക്കൊരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം. കുറച്ചോ ഗൈസ്, വെള്ളം കുടിക്കുക. ഈ ചൂടുകാലമാണ്, വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാവും, സീനാവും. അപ്പോൾ ഒരു ദിവസം നിങ്ങളുടെ വെയിറ്റ് അനുസരിച്ചുള്ള 2-3 ലിറ്റർ വെള്ളം കുടിക്കുക, കമ്പൾസറി. ഓക്കെ, ബൈ. നമുക്ക് കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്തത് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ വരാം. ഓക്കെ, ഇതിൻ്റെ ഒരു പണിയില്ലാത്തൊരു ദിവസമാണ്, അപ്പോൾ ബോറിംഗ് ആയിരിക്കും. എനിക്ക് തന്നെ ബോറിംഗ് ആണ്, അപ്പം ചിലപ്പം നല്ല ബോറിംഗ് ആണ്. പിന്നെ തിരിച്ചു വരിക, പിന്നെ ഫുഡടി, പിന്നെ വെറുതെ ഇരിക്കുക, പിന്നെ ഫുഡടി, വെറുതെ ഒരു സിനിമ കാണാം, കുറച്ചൊരു ബിഗ് ബോസ് കാണാം. ഇതൊക്കെയാണ് എൻ്റെ പരിപാടി. ഓക്കെ, അപ്പോൾ നമ്മൾ പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. ഞാൻ പോയിട്ട് ലിപ്സ്റ്റിക്ക് കിട്ടിയിട്ട് വന്നുകൊണ്ടോ എനിക്ക് തന്നെ ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട്. ഇവിടെ വീട്ടിലിരിക്കുന്ന സമയത്ത് എനിക്കുള്ള പരിപാടിയാണ്, ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്ഥിരം പരിപാടി ലിപ്സ്റ്റിക്ക് ഇട്ടിരിക്കുക എന്ന് പറയുന്നത്, കാരണം നമുക്കൊരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ പോയി ഇട്ടു. ഇനി എന്താ പരിപാടി? ഇപ്പോൾ ഇവിടെ സമയം 11:15. അപ്പം എന്താ ചെയ്യുക? ഒരു സിനിമ വല്ലതും ഇരുന്ന് കാണാം. ഓക്കെ, ഉറങ്ങി നീറ്റപ്പോൾ ദേഷ്യത്തിലാ. കണ്ടോ അലമുണ്ടാക്കല്ലേ, മനസ്സിനോട് ഇരുന്നിരുന്നുണ്ട്. എന്ത് തെറ്റി നടക്കണേ? അതിൻ്റെ ബാക്കിൽ ബെഡ്റൂം ഒന്ന് എക്സ്ക്യൂസ് ചെയ്യൂ ഗൈസ്. ഇപ്പം ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് ഫുൾ ഡേർട്ടി ആയിട്ടിരിക്കുകയാണ് ബെഡ്റൂം. മിടുക്കനാ, കണ്ടോ മിടുക്കനോ? ഓ എന്നാ 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 നമ്മുടെ പൊന്നുമണിയാണ് ഇവിടുത്തെ. ഇവനെ പൊന്നോന്ന് വിളിക്കുവാൻ. പൊന്നു എൻ്റെ ചേച്ചി കേട്ടോ. അപ്പോൾ ഇവനോട് ബൂഫിയോട് പൊന്നോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനും പൊന്നോ നന്നാക്കും ചെയ്യൂ. പൊന്നോ 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 പൊന്നോ. ഓ എൻ്റെ കുഞ്ഞിനെ മിടുക്കന, കുറച്ച് വെറുതെ വേണം. മിടുക്കനാണേ, മിടുക്കന, മിടുക്കന 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 ഇടയ്ക്കിട പോയി. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓഫിക്കൂട്ടറും കുറച്ച് ഫുഡ് കൊടുക്കണം, ഞാനും പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡിന് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റം മാമ്പഴപ്പുഴശ്ശേരിയും മീറ്റും ചോറും. ഓക്കെ, കാണിച്ചു തരാം. ഇവിടെ ഒരുത്തനുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ലഞ്ചും കഴിഞ്ഞു, സിനിമയും കണ്ടു കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പുറത്തു പോകണം. അപ്പോൾ ഞാൻ ഓർത്ത് അതിന് മുമ്പ് വർക്കൗട്ട് ചെയ്തിട്ട് പുറത്ത് പോകാം. എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അവളും കൂടെ പുറത്ത് പോകാം. അപ്പോൾ അതിന് മുമ്പ് വർക്കൗട്ട് ചെയ്യാൻ ഓർത്തു. അപ്പോൾ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് മാറി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞു. ഇന്ന് ഞാൻ സ്വിമ്മിങ്ങിന് പോകണമെന്ന് ഓർത്താ, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ നമ്മൾ അല്ലാണ്ടുള്ള ഹോം വർക്കൗട്ടാണ് ചെയ്തത്. അപ്പോൾ അടിപൊളിയായിരുന്നു. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിഫ്രഷിങ് ഫീലാണ്. ഇപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായി. ആൻഡ് എൻ്റെ വെയിറ്റ് ലോസ് വീഡിയോ വരുന്നുണ്ട്, ഫിറ്റ്നസ് വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കാണണം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 78 kgs ആയിരുന്നു, 68 kgs വരെ ആയിരുന്നു. 68 തൊട്ട് അത് കഴിഞ്ഞ് പിന്നെ മിസ് കേരള പാജൻറ്റ് പോയപ്പോഴത്തേക്കും 65 എത്തിയായിരുന്നു. അപ്പം ആ വെയിറ്റ് ലോസ് വേണ്ടി പിന്നെ അതിന് ശേഷം ഞാൻ ഭയങ്കര ഫുഡ് കഴിച്ചു ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ 2 കിലോ കൂടി, ആ 2 കിലോ കുറയ്ക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. എൻ്റെ വർക്കൗട്ടിനാരെ കമ്പനി എന്നറിയോ? ഓ മുഫി മിടുക്കന.
ഉണ്ടോ മിടുക്കനായിട്ടിരിക്കുന്നുണ്ടോ? മിടുക്കനാണോ? ഇന്നത്തെ വ്ളോഗിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് എൻ്റെ ഓഫിക്കുട്ടൻ സ്നേഹമുള്ള പീന. എൻ്റെ അമ്മയ്ക്ക് എനിക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട്. എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഞങ്ങൾ രണ്ടുപേരെക്കാട്ടും ഇഷ്ടം ഇവനെയാണ്. ഇവനെ കൊഞ്ചിക്കുന്നൊക്കെ ഒന്ന് കാണണം. അപ്പം നമുക്കൊരു ഇങ്ങനെ ആയിപ്പോവും, കൊള്ളാലോ എന്ന്. എൻ്റെ ചൊക്കടോ. അപ്പോൾ ഞാൻ ഇനി പോയി കുളിക്കട്ടെ. കുളിച്ച് റെഡിയായിട്ട് കാണാം. സോറി ഗൈസ്, മൈൻഡില്ല. കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങി, ഇപ്പം റെഡിയായി. ഇനി ഫ്രണ്ടിനെ കാണാൻ പോവാണ്. അവളെ പിക്ക് ചെയ്ത് പുറത്തെങ്ങോട്ടേലൊക്കെ പോയി കുറച്ച് നേരം തെണ്ടി നടന്ന് ഊരുതണ്ടൽ. പിന്നെ നോമ്പ് തുറ ഉണ്ടല്ലോ ഇപ്പോൾ കോഴിക്കോട് ആയതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് അടിപൊളി നോമ്പ് തുറയുടെ, ഒത്തിരി സ്നാക്സ് കിട്ടുന്നത്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും പോയിട്ട് നോമ്പ് തുറന്ന് അവിടെ എവിടെയെങ്കിലും പോയി സ്നാക്സൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവും, വീട്ടിലുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരിച്ച് വരും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഫ്രണ്ടിനെ കൂട്ടി പുറത്ത് പോകാം. ഓക്കെ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇവിടെ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി അവളെ ഞാൻ കാണിച്ചതാണ്. അവൾ ഭയങ്കര ഷൈ ആയിട്ട് നാണം അടിച്ച് ഇപ്പം ഫോൺ വെച്ച് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അപ്പം ഞങ്ങളിപ്പം പുറത്തേക്ക് വന്നു. ഇനി ഫുഡ് കഴിക്കാൻ പോകണം കുറച്ച് നേരം. അത് കഴിഞ്ഞ് ബീച്ചിലേക്കൊക്കെ പോകാൻ ഓർത്തു. വെറുതെ ഒരു ഡ്രൈവൊക്കെ പോയിട്ട് തിരിച്ചു വരാൻ ഓർത്തു. ഇതാണ് ഓക്കെ. ഇവൾ ഭയങ്കര ക്യാമറ ഷൈ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ക്യാമറ ഷൈ ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, സുന്ദരിയാണെന്നൊക്കെ പറയണം നിങ്ങളൊക്കെ. നിങ്ങളാരും തളരരുത്, നിങ്ങളെല്ലാവരും പറയണം ഇവൾ ഭയങ്കര സുന്ദരിയാണെന്ന്. ഓക്കെ. അപ്പം ഞങ്ങൾ എന്തിനൊക്കെ തിന്നട്ടെ, കുറച്ച് നോമ്പുകാരുടെ സമയം ആവാറായി. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ഇവൾക്ക് ഫുഡ് കഴിക്കണം. അപ്പം ഞങ്ങൾ എന്തെങ്കിലും പോയി കഴിക്കട്ടെ. ഞങ്ങളപ്പോൾ ഒരു ഇറച്ചിപ്പത്തിരിയും 2 ബീഫ് സമൂസയും 2 പ്രോൺസ് പൊട്ടിത്തെറിച്ചതും പിന്നെ ഇതെന്താ ചിക്കൻ സെറ്റായി എന്ന് പറഞ്ഞ സാധനം എടുത്തത് തുറക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിക്കണം. ഇനി 6:40 നോമ്പ് തുറക്കണം. അപ്പോൾ അതൊരു വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ഇവിടെ സമയം 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അതൊരു വെയിറ്റിംഗ് ആണ്. ഓക്കെ. അമ്മയ്ക്ക് നോമ്പായിട്ട് എന്താണ് പറയാനുള്ളത്? ആളൊരു നാണക്കാരിയാണ് കേട്ടോ, ആളൊരു നാണക്കാരിയാണ്. നമ്മൾ പറയുന്നൊന്നും തിരിച്ചു ചോദിക്കില്ല. അപ്പോൾ അവളുടെ സെലക്ഷൻ ഇതല്ല. ഞങ്ങൾ അധികം ഒന്നും മേടിച്ചില്ല കേട്ടോ, കാരണം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അധികം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അധികം ഒന്നും മേടിച്ചില്ല. ഇത്രയും മേടിച്ചുള്ളൂ. ഇത് ബീഫ് സമൂസ അടിപൊളിയാണ്. ഇത് ഇറച്ചിപ്പത്തിരിയും പ്രോൺസ് പൊട്ടിത്തെറിച്ചല്ലേ. പിന്നെ ഇത് ചിക്കൻ സെറ്റായിരുന്ന സാധനം അടിപൊളിയായിട്ട്. ഞങ്ങളിപ്പോൾ ഇത് കുറച്ച് കഴിച്ചിട്ട് ഈ ബാക്കി എടുത്തിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി എടുത്തിട്ട് കഴിക്കാൻ ഓർത്തു. ഓക്കെ. ബീച്ചിൽ നിന്നാണ്. കടലിലേക്ക് നോക്കിയിരിക്കുന്ന നിരാശ കാമുകി. അങ്ങനെ ഫൈനലി നോമ്പ് തറയൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ടയേർഡായി ഭയങ്കരമായിട്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സിനിമ എന്തെങ്കിലും കണ്ടിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്. ഇതായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഒരു പണിയില്ലാത്ത ഡേ ഇൻ മൈ ലൈഫ്. ലിറ്ററലി ഒരു പണിയില്ലായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാ ദിവസവും മിക്ക സമയത്തും. ഈ ഒരു മാസം കാരണം സെം ബ്രേക്ക് ആയതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഹാവ് ഫൺ. വിഷു ഒക്കെ വരികയാണ്, പടക്കമൊക്കെ പൊട്ടിക്കും. പക്ഷെ അത്രയും പൊട്ടിക്കണ്ട, ഡോഗ്സിന് പേടിയാണ്. അപ്പോൾ അത്രയും പൊട്ടിക്കണ്ട. പിന്നെ എന്താ, ഹാവ് ഫൺ, ടേക്ക് കെയർ, ബൈ.